സമ്പന്നനായ ഒരു വ്യാപാരി സൂഫി വര്യനെ കാണാൻ ചെന്നു. അയാളുടെ പരാതി ഇതായിരുന്നു: അയാൾക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നില്ല. അയാൾക്ക് ധാരാളം സമ്പത്തുണ്ട്, പേരുണ്ട്, പ്രശസ്തിയുണ്ട്, പക്ഷെ സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നില്ല. അതിനൊരു പരിഹാരം ഈ സൂഫി നിർദ്ദേശിക്കണം. അതായിരുന്നു അയാളുടെ ആവശ്യം. ഈ സൂഫി ചിരിച്ചുകൊണ്ട് പറഞ്ഞു: അതിനെന്താ, നിങ്ങളുടെ പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാമല്ലോ. അതിന് നിങ്ങളൊരു കാര്യം ചെയ്യണം. ഇന്ന് രാത്രി ആ താഴെ കാണുന്ന തമ്പിൽ ഒരു 100ഓളം ഒട്ടകങ്ങളുണ്ട്. ആ ഒട്ടകങ്ങളെ നിങ്ങൾ നോക്കണം. അവരെല്ലാം കിടന്നതിന് ശേഷം മാത്രമേ നിങ്ങളും കിടക്കാവൂ. അയാൾക്ക് സമ്മതമായി. എത്ര സിമ്പിളായിട്ടുള്ള കാര്യം. അയാൾ അകത്ത് ചെന്നപ്പോൾ കാണാം വളരെ കുറച്ചെണ്ണം കിടക്കുന്നു, മറ്റുള്ളവ നിൽക്കുന്നു. ഈ വ്യാപാരി നിൽക്കുന്നവയെ കിടത്താൻ ശ്രമിച്ചു. ചിലവയെ ബലം പെടുത്തി കിടത്തി. അപ്പോഴേക്കും ബലം പിടിച്ച് കിടത്തിയവ ചിലത് എഴുന്നേറ്റ് നിന്നു. അയാൾ വീണ്ടും ഓടി നടന്ന് മറ്റുള്ളവയെ കടത്താൻ ശ്രമിക്കുന്നതിനിടയിൽ ആദ്യം തനിയെ കടന്നവ എഴുന്നേറ്റ് നിന്നു. ആ രാത്രി മുഴുവൻ അയാൾ ശ്രമിച്ചിട്ടും എല്ലാ ഒട്ടകങ്ങളെയും അയാൾക്ക് ഒരേ സമയം കടത്താൻ കഴിഞ്ഞില്ല. അയാൾക്ക് ഒരു തുള്ളി പോലും ഉറങ്ങാനും കഴിഞ്ഞില്ല. പിറ്റേന്ന് പ്രഭാതത്തിൽ സൂഫിയെ കാണാൻ ചെന്നപ്പോൾ സൂഫി വര്യൻ ചോദിച്ചു: എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ ഉറക്കം? ഉറങ്ങാനോ? എനിക്കൊരു പോള കണ്ണടയ്ക്കാൻ സാധിച്ചില്ല. അതിനൊന്ന് കിടക്കുമ്പോഴേക്കും മറ്റത് എഴുന്നേൽക്കും. ചിലതിനെ ബലം പിടിച്ച് കിടത്തി കഴിഞ്ഞാലോ, ആ ബലം പിടിച്ച് കിടത്തി കഴിയുമ്പോഴേ വേറെ ബലം പിടിക്കാതെ കിടന്നത് എഴുന്നേൽക്കും. അത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് മാറുമ്പോഴേ ബലം പിടിച്ചതും എഴുന്നേൽക്കും. എന്നെക്കൊണ്ട് ഉറങ്ങാൻ ഒട്ടും സാധിച്ചില്ല. സൂഫി ചിരിച്ചുകൊണ്ട് പറഞ്ഞു: ഇതുപോലെ തന്നെയാണ് ജീവിതവും. ജീവിതത്തിൽ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് നമുക്കാർക്കും ജീവിക്കാനാവില്ല. തിരയൊടുങ്ങിയിട്ട് ആർക്കെങ്കിലും കപ്പലിറക്കാൻ ആവുമോ? തിരകൾ ഉള്ളപ്പോൾ തന്നെ കപ്പലിറക്കാൻ കഴിയണം. അതുപോലെയാണ് ജീവിതവും. ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങൾ വരും. ചിലതിനെ നമ്മൾ അവഗണിക്കുക, ചിലതിനെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക, ചിലതൊക്കെ കാലക്രമേണ തന്നെ പരിഹരിക്കപ്പെടും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നവയെ പരിഹരിക്കുകയും പരിഹരിക്കാൻ പറ്റാത്തവയെ അതിൻ്റെ പാട്ടിന് വിടുകയും ചെയ്യുക എന്നുള്ളതാണ് സമാധാനത്തോടെ ഉറങ്ങാനും ജീവിക്കാനുമുള്ള മാർഗം.